മൂന്നാം ലോക യുദ്ധത്തിന് കളമൊരുങ്ങുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ ആരംഭിച്ച ഇറാൻ അമേരിക്കൻ യുദ്ധത്തിന്റെ ഗതി മാറുകയാണ്. ഇറാനെ പിന്തുണച്ചുകൊണ്ട് ചൈന രംഗത്ത് വന്നതോടുകൂടിയാണ് അപ്രതീക്ഷിതമായ ഇത്തരമൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ചൈന പ്രത്യക്ഷമായിട്ടല്ല ഇറാനെ പിന്തുണയ്ക്കുന്നത്, മറിച്ച് രഹസ്യമായി തന്നെയാണ്. അമേരിക്ക തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്ക പിടിച്ചെടുത്ത ഇറാന്റെ MV ടൗസ്ക എന്ന് പറയുന്ന കപ്പലിൽ ഉണ്ടായിരുന്നത് ചൈനയിൽ നിന്നുള്ള രാസവസ്തുക്കളാണ്. അതായത് മിസൈൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കളായ അമോണിയം പെർക്ലോറേറ്റ്, സോഡിയം ക്ലോറേറ്റ് എന്നിവയായിരുന്നു ഈ കപ്പലിൽ ഉണ്ടായിരുന്നതെന്ന് അമേരിക്ക ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് പാകിസ്ഥാനിൽ വെച്ച് നടക്കേണ്ടിയിരുന്ന അമേരിക്കൻ ഇറാൻ ചർച്ച അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഇറാൻ പറയുന്നത് ഇന്നത്തെ ചർച്ചയ്ക്ക് പ്രതിനിധികളെ ആരെയും ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് വിട്ടിട്ടില്ല എന്നാണ്. ഇതോടുകൂടി ചർച്ച അനിശ്ചിതത്വത്തിലായിരിക്കുന്നു. മാത്രമല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അമേരിക്കയുടെ അത്യാധുനികമായിട്ടുള്ള വിമാനങ്ങൾ ഇപ്പോൾ ഇറാൻ വെടിവെച്ചിട്ടിരിക്കുകയാണ്. അമേരിക്കയെ ഭയപ്പെടുത്തുന്നത് അത്യാധുനികമായിട്ടുള്ള അവരുടെ യുദ്ധവിമാനങ്ങളെ ഇറാൻ വെടിവെച്ചിടുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, റഡാറുകളെ പോലും വെട്ടിക്കാൻ ശേഷിയുള്ള അമേരിക്കയുടെ യുദ്ധവിമാനമായ F-35 എന്ന് പറയുന്ന വിമാനത്തെ പോലും ഇറാൻ വെടിവെച്ചിടുന്നു. ഇതിന്റെ പിന്നിലുള്ള സാങ്കേതിക വിദ്യ എന്താണ്? അതായത് ചൈന ഇറാന് നൽകിയ മാൻ പാർട്സ് എന്ന് പറയുന്ന അത്യാധുനികമായിട്ടുള്ള ഒരു ഇൻഫ്രാറെഡ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ആയുധം കൊണ്ടാണ് അമേരിക്കയുടെ ഈ 3 പ്രധാനപ്പെട്ട വിമാനങ്ങളും ഇറാൻ വെടിവെച്ചിട്ടത് എന്ന് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി എന്താണ് മാൻ പാർട്സ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇൻഫ്രാറെഡ് ലേസർ സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ യുദ്ധവിമാനം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. വളരെ ചെറിയ ഒരു വിമാനമാണ്. ഈ വിമാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, ശത്രു വിമാനം പുറപ്പെടുവിക്കുന്ന താപത്തെ പിന്തുടർന്നുകൊണ്ട്, അതായത് ചൂടിനെ പിന്തുടർന്നുകൊണ്ട് എത്തി അവയെ നശിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് മാൻ പാർട്സ്. ഇത്തരത്തിലുള്ള 1000 മാൻ പാർട്സ് ചൈന ഇറാന് നൽകിയിരിക്കുന്നു എന്നാണ് അമേരിക്കയുടെ സ്ഥിരീകരണം. മാത്രമല്ല, 2024 ഇറാൻ ചൈനയിൽ നിന്ന് ഒരു ചാര ഉപഗ്രഹം വാങ്ങിയിരുന്നു. T-01B എന്നാണ് ഈ ചാര ഉപഗ്രഹത്തിന്റെ പേര്. ഈ ചാര ഉപഗ്രഹം ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ അമേരിക്കയുടെ ലക്ഷ്യസ്ഥാനങ്ങളെ കണ്ടെത്തുന്നത് എന്നും അമേരിക്ക ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. തങ്ങളുടെ തുടർച്ചയായിട്ടുള്ള വിമാനങ്ങളെ ഇറാൻ വെടിവെച്ചിടുന്നു, വലിയ തോതിലെ നാശനഷ്ടങ്ങൾ തങ്ങൾക്കുണ്ടാകുന്നു എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന ഇറക്കി. ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കുമേൽ 50% നികുതി ചുമത്തുമെന്നാണ് പറഞ്ഞത്. അത് ചൈനയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. എന്നാൽ ചൈനീസ് പ്രസിഡന്റ് അക്കാര്യത്തിൽ മൗനം പാലിച്ചു. തുടർന്ന് ഡൊണാൾഡ് ട്രംപ് ഷീ ജിൻപിങ്ങിന് കത്തയച്ചു. ആ കത്തിനും ഷീ ജിൻപിങ് മറുപടി അയച്ചില്ല. ഇതോടുകൂടി ഇറാനെ അനുകൂലിച്ചുകൊണ്ട് ചൈന ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു എന്ന് നമുക്ക് അസന്നിഗ്ധമായി പറയാൻ കഴിയും. ചൈന ഇറാന് ഇത്തരത്തിൽ ആയുധങ്ങൾ എത്തിക്കുന്നത് തുർക്കമെനിസ്ഥാൻ വഴിയാണെന്നും അമേരിക്ക കണ്ടെത്തിയിട്ടുണ്ട്. ചൈനയ്ക്ക് മുൻപ് തന്നെ ഇറാന് രഹസ്യ പിന്തുണ നൽകിയത് റഷ്യയാണ്. റഷ്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം റഷ്യ ഇറാന് നൽകിയിരുന്നു. അതും അമേരിക്ക കണ്ടെത്തി. ഇത്തരത്തിൽ ഇറാനെ 2 വൻ ശക്തികളായ ചൈനയും റഷ്യയും അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നതോടുകൂടിയാണ് ഒരു 3ാം ലോക യുദ്ധത്തിന് കളമൊരുങ്ങുന്നോ എന്നുള്ള ഒരു സംശയം ബലപ്പെട്ടിരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.